യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സമയങ്ങളൊക്കെ ഏറ്റവും വളരെ അത്യാവശ്യമായിട്ട് നമ്മളെപ്പോഴും കരുതിയിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഭക്തിയാണ് വിശുദ്ധ യോസേപ്പിതാവിനോടുള്ള ഭക്തി. യോസേപ്പിതാവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ആത്മീയ ജീവിതത്തിൻ്റെ അതിനിർണായകമായിട്ടുള്ളൊരു ഭക്തി തന്നെയാണ്. പക്ഷേ പൊതുവെ ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എന്നാൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ യോസേപ്പിതാവിനോടുള്ള ഭക്തിയും പ്രാർത്ഥനയും നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരെയധികം സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കഠിനമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള അവസരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ലഘൂകരിച്ച് തരും. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ മുന്നേറുന്ന സമയത്ത് ഈ ഭയങ്കര പൈശാചികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ രാത്രിയിലൊന്നും ഉറങ്ങാൻ പോലും പറ്റുകയില്ല. ഉറക്കത്തിലാണെങ്കിൽ പോലും നമ്മൾ ശരീരം മാത്രം വിശ്രമിക്കുകയും ആത്മാവും ബുദ്ധിയും ചിന്തകളെല്ലാം സജീവമായിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും നമ്മളപ്പോഴും ഉണർന്നിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ള രൂപങ്ങളൊക്കെ വന്ന് ആക്രമിക്കുന്നു. അതുപോലെ തന്നെ വലിയ വലിയ നമുക്ക് കാഴ്ചയിൽ തന്നെ നമ്മൾ മരിച്ചു പോകുന്ന ടൈപ്പുള്ള പാമ്പുകളൊക്കെ വന്ന് ആക്രമിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ, ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ രക്ഷപ്പെടുത്താനോ സഹായിക്കാനോ ആരും ഇല്ലാത്ത സമയത്ത് ഒരു വൃദ്ധനായ ഒരു വന്യവയോധികൻ വന്ന് ഒരു വടി കൊണ്ട് ഈ പാമ്പിനെ ഓടിക്കുന്ന ഞാൻ പലപ്പോഴും സ്വപ്നങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ ഈ വൃദ്ധനായ മനുഷ്യൻ വന്ന് ഈ പാമ്പിനെ ഓടിച്ചു കഴിയുമ്പോൾ പിന്നെ വളരെ സ്വസ്ഥമായിട്ടുള്ളൊരു ഉറക്കമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വൈവിധ്യമാർന്ന തരത്തിലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ യോസേപ്പിതാവിനോടുള്ള ഭക്തി കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ വളരെ കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പെട്ടെന്ന് തന്നെ അതിന് അതിൻ്റേതായ ഒരു ആശ്വാസം യോസേപ്പിതാവ് തരാറുണ്ട്, അല്ലെങ്കിൽ യോസേപ്പിതാവിലൂടെ കിട്ടാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരുന്ന കാലഘട്ടം, ഇനി വരാനിരിക്കുന്ന ദുരന്ത സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ബോധപൂർവം ഓർത്തിരിക്കേണ്ട ഒരു ഭക്തി തന്നെയാണ് യോസേപ്പിതാവ്. അപ്പോൾ ഇത്രയും അതിശക്തമായ മധ്യസ്ഥ ശക്തിയാണ് യോസേപ്പിതാവിന് ഉള്ളത്. ഇത് സത്യത്തിൽ ഇന്ന് മൊത്തത്തിൽ വിശ്വാസ ലോകം തന്നെ മറന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പരിശുദ്ധ മാതാവ് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യോസേപ്പിതാവാണ്. അപ്പോൾ ഈ പരിശുദ്ധ മാതാവിൻ്റെ ശക്തിയും യോസേപ്പിതാവിൻ്റെ ശക്തിയും കൂടി നമ്മളുടെ ഒപ്പമുള്ളപ്പോൾ പിശാചിന് പിന്നെ നമ്മുടെ അടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ലോകത്തെ യോസേപ്പിതാവിനോടുള്ള ഭക്തി പിശാച് മറച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു ബോധം മനുഷ്യരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ നിന്ന് പൊതുവെ ആ ഒരു മധ്യസ്ഥ ശക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥ ശക്തി, മധ്യസ്ഥ പ്രാർത്ഥന, ഇത്തരത്തെ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരും പൊതുവെ സംസാരിക്കുന്നില്ല. വളരെ അപൂർവം പേര് മാത്രമേ ഇത് സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ. കാരണം പിശാച് ഇത് മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്നും ഓർമ്മയിൽ നിന്നും ആത്മീയതയിൽ നിന്നെല്ലാം പിശാച് ഇത് മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥ ശക്തിയുടെ ഫലമായിട്ട് പിശാചിനെ അധികം പ്രവർത്തിക്കാൻ പറ്റിയില്ല, ഓടി പോകേണ്ടി വരും. അപ്പോൾ ഇത് വളരെ നിർണായകമായിട്ടുള്ള സമയവും കാലഘട്ടവുമായതിനാൽ സാധിക്കുന്നവരൊക്കെ ഈ യോസേപ്പിതാവിനോടുള്ള ഭക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും കഴിയുന്നത്ര ആളുകളോട് യോസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാനൊക്കെ പറയണം. അപ്പോൾ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും യോസേപ്പിതാവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഏറ്റവും സ്നേഹമുള്ള ഒരപ്പൻ്റെ ഒരു ആലിംഗനം, അല്ലെങ്കിൽ ഒരു വലിയൊരു സാമീപ്യം, ഒരു ആശ്വസിപ്പിക്കൽ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ യോസേപ്പിതാവേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ നിറയും,
ഭയങ്കര ആത്മീയമായിട്ടുള്ള ഒരു നിറവും ഭയങ്കര സന്തോഷവും ആനന്ദമൊക്കെ തോന്നാറുണ്ട്. വലിയൊരു ശക്തിയും ഒക്കെ തോന്നാറുണ്ട്. അതൊരു വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭക്തിയാണ് യേശുപിതാവിനോടുള്ള ഭക്തി. അത് പിശാച് നമ്മളെ കൊണ്ട് ബോധപൂർവം മറപ്പിക്കും. ഇതത്ര ഓർത്തിരിക്കാനും അത്ര പെട്ടെന്ന് എളുപ്പമല്ല. യേശുപിതാവിനോടുള്ള ഭക്തി മാത്രം ഓർത്തിരിക്കുക അത്ര എളുപ്പമല്ല. കാരണം ഇത് ഭയങ്കര ഒരു യുദ്ധം, പിശാച് വളരെയധികം യുദ്ധം ചെയ്യുന്ന ഒരു മേഖലയും കൂടിയാണ് യേശുപിതാവിനോടുള്ള ഭക്തി. അതിനോട് പിശാച് എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ മറന്നു പോകുന്നത്. ആളുകൾ ഈ യേശുപിതാവിനോടുള്ള ഭക്തി വിസ്മൃതിയിലായി പോകുന്നതൊക്കെ ഈ ഒരു പൈശാചിക യുദ്ധം നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ യേശുപിതാവിനോടുള്ള ഭക്തി നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളെപ്പോഴും അത് ബോധപൂർവ്വം ഓർമ്മിച്ചിരുന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതും ഈ യുദ്ധത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ളൊരു ഭാഗമാണ് വിശുദ്ധ യേശുപിതാവിനോടുള്ള ഭക്തി. അത് ആ ഭക്തിയിൽ നമ്മൾ വളരാനും യേശുപിതാവിനെ സ്നേഹിക്കാനും ആദരിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ ഉപേക്ഷ വിചാരിക്കുകയോ മറക്കുകയോ ചെയ്യരുത്.